എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ടീച്ചേഴ്സ് ഡേ ഒക്കെ വരുന്നത്, എല്ലാവർക്കും നമ്മൾ കാർഡൊക്കെ കൊടുക്കുന്നത്. നമുക്കൊരു മുട്ടായിയോട്ട് നമ്മളൊരു പ്രത്യേക രീതിയിലൊരു മുട്ടായി ഉണ്ടാക്കുവാണ് ഇന്ന്. എല്ലാവർക്കും ടോഫി ക്യാൻഡിയൊക്കെ പറയാൻ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് പാക്കറ്റ് കൊണ്ട് കൊടുക്കത്തില്ല നമ്മൾ ബർത്ത്ഡേക്ക്. അതുപോലെ ടീച്ചേഴ്സ് ഡേക്ക് ഒന്ന് കൊടുക്കാം അവിടെ. ഇങ്ങനെ ഞാൻ കളർഫുള്ളായിട്ടുള്ള കളർ പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിച്ച് വെക്കുവാണ്. പിന്നെ ഒരു വൈറ്റ് പേപ്പർ. അപ്പോൾ വൈറ്റ് പേപ്പർ ഞാൻ ചെറുതായിട്ട് മടക്കി. ഇതിപ്പോൾ ഞാൻ ബർത്ത്ഡേക്കാണെങ്കിലും യൂസ് ചെയ്യാം, ടീച്ചേഴ്സ്. ഇപ്പോൾ ബർത്ത്ഡേക്കാണെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള നമ്മുടെ ലവ് യു എന്നും മിസ് യു എന്നും ഒക്കെ പറഞ്ഞ് കുറച്ച് കോഡ്സ് ഇങ്ങനെ ചെറുതായിട്ട് എഴുതാം. അതെഴുതി കാണിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ബർത്ത്ഡേ കാർഡ് അല്ലാത്തതുകൊണ്ട് ടീച്ചേഴ്സ് ഡേ അനുസരിച്ചുള്ള കുറച്ച് കോഡ്സ് ഓരോ ലൈനിലായിട്ട് എഴുതിയിട്ട് ഇതിനെ നമ്മളിങ്ങനെ കണ്ടിച്ചെടുത്ത ശേഷം ഓരോ കാർഡ്സായിട്ട് എഴുതി വെക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് എടുത്താൽ എത്ര മുട്ടായി വേണം, എത്ര ക്യാൻഡി വേണോ അത്രയും ക്യാൻഡി. കളർഫുൾ ക്യാൻഡി എടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ? ടീച്ചേഴ്സിന് ഒരു വെറൈറ്റി ആയിട്ട് തോന്നും അല്ലേ? അപ്പോൾ ഷൈൻ ചെയ്യാമല്ലേ നമുക്ക്. എല്ലാവരും വിചാരിക്കും റിയൽ മുട്ടായിയാണതിന്. എല്ലാവരും കാർഡും പിന്നെ വേറെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ഇരിക്കട്ടെ അല്ലേ? അപ്പോൾ ഇതെല്ലാം എഴുതിയ ശേഷം നമ്മൾ നേരത്തെ കളർഫുൾ കാർഡ് കണ്ടിച്ച് വെച്ചിട്ടില്ല പേപ്പർ, അതിനകത്ത് മുകളിൽ ഞാനാണെങ്കിൽ പേന കൊണ്ട് വരച്ചിട്ട് ശരിയാകുന്നില്ല, സ്കെച്ച് പേന കളർ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിൽ ക്യൂട്ട് ഡിസൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻഡിയുടെ ഷേപ്പ് വരയ്ക്കാം. ഓറഞ്ചോ നമ്മുടെ നാരങ്ങ മുട്ടായിയും ഓറഞ്ച് മുട്ടായിയും പണ്ടത്തെ മുട്ടായില്ലേ അതുപോലത്തെ ഷേപ്പ് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യൂട്ട് ഏതെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെ ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ വരച്ച ശേഷം നമ്മളിതിനൊരു മുട്ടായി ആക്കി എടുക്കണ്ടേ, ഒരു ക്യാൻഡിയുടെ ഷേപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പല കാര്യങ്ങൾ കീറിയെടുക്കുന്ന മുട്ടായി, രണ്ട് സ്ഥലത്തും ഇങ്ങനെ ചെയ്തിരിക്കുന്ന മുട്ടായി അല്ലാത്ത മുട്ടായി. അപ്പം ഞാൻ ചുമ്മാ ഒരു ഫിഗറും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുട്ടായി ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് വശത്ത് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒന്നേ ഗ്ലൂ ഉപയോഗിക്കുക, എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ മടക്കുന്ന രീതി കണ്ടോണേ, അതിനനുസരിച്ച് മടക്കാം. പിന്നെ നിങ്ങൾ ഇഷ്ടംപോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നേ, എങ്കിലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനത് എങ്ങനെ വെച്ച ശേഷം ഒരു സൈഡ് വെച്ച് ഇങ്ങനെ ഒട്ടിക്കണം. അപ്പം രണ്ടും കൂടെ കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ച ശേഷം ഇങ്ങനെ ഒരു ഫ്ലഫി ആയിട്ടിരിക്കത്തുള്ളേ. എന്നിട്ട് ഒരു സൈഡും കൂടെ താഴെ രണ്ടില്ല, അതിനകത്ത് രണ്ടും കൂടെ ഇതുപോലെ തന്നെ ഒട്ടിക്കുക. ഒട്ടിച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയ കോട്ട്സില്ലേ, ഒരു കോട്ടെടുത്ത് ഇതിനകത്ത് ഇടുക. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫുള്ളായിട്ട് ക്യാൻഡി ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോഴല്ലേ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ട, ചുമ്മാ പേപ്പർ കൊടുക്കാൻ പറ്റുമോ അല്ലല്ലോ. നമ്മൾ കോട്ട്സ് എഴുതും, മുട്ടായിക്ക് പകരം നമ്മളൊരു കോട്ട്സ് എഴുതും. എന്നിട്ട് ഇനി ക്യാൻഡി ആ ഷേപ്പ് ആക്കാൻ നടുക്കിങ്ങനെ പ്രസ് ചെയ്താൽ ഒരു ക്യാൻഡിയുടെ ഷേപ്പ് പോലെ ആകും. ഇനി നമുക്ക് അറ്റം ക്യാൻഡിയുടെ പോലെ ആക്കണ്ടേ, അതിന് നമ്മൾ സിഗ്സാഗ് വേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ടിച്ച ശേഷം പിന്നെ മറു സൈഡ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കട്ടിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പില്ലേ, ആ ട്രയാങ്കിൾ നീച്ച സിഗ്സാഗ് ടൈപ്പ് ആ ഷേപ്പ് വരും. അപ്പോൾ രണ്ട് സൈഡിൽ വെച്ച് നമുക്ക് എത്ര കളറുള്ളോ അത്രയും കളറുള്ളോ ഇഷ്ടമുള്ള മുട്ടായി ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടമുള്ള ക്യാൻഡിയുടെ ഇഷ്ടമുള്ള ഫ്ലേവർ ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കും. അതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ടീച്ചേഴ്സിന് പറയാൻ, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിനാണ് പറയാനുള്ള ഉദ്ദേശിക്കുന്ന ഏത് കോട്ട് വേണമെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കും. അതിനുശേഷം ഇനി ഇട്ട് കൊടുക്കാനൊരു പാക്കറ്റ് വേണ്ടേ, നമ്മളെല്ലാം ക്യാൻഡികളെല്ലാം കൂടെ ഒരു വലിയ പാക്കറ്റ്, ആ വലിയ പാക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു നടുക്ക് ഞാനൊരു സ്ക്വയർ പോലെ സ്ക്വയറോ റെക്റ്റാങ്കിളോ ഷേപ്പ് വരച്ച ശേഷം അതിനെ കണ്ടിച്ചെടുക്കുവാണ്. കണ്ടിച്ചെടുത്ത് കഴിയുമ്പോൾ അത്രയും ഒരു ജനൽ പോലെ ഇങ്ങനെ കീറി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടിച്ചാൽ മതിയേ, നടുക്കൊരു തുളയിട്ട് ഇങ്ങനെ സിസർ നാല് സൈഡും ഇങ്ങനെ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് കണ്ടിച്ചു. അങ്ങനെ കണ്ടിച്ചു. ഇനി ഞാനൊരു ഡബിൾ സൈഡ് ടൈപ്പ്, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂവോ ഫെവിക്കോളോ എന്ത് വേണമെങ്കിൽ ഒട്ടിക്കാം. അതിന് ശേഷം നമുക്ക് മുകളിൽ ഇങ്ങനെ തുളയിട്ട് കൈയിട്ടെടുക്കാനല്ലല്ലോ, അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് OHP ഷീറ്റ് അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാൻഡി ബാഗിനൊക്കെ രണ്ട് സൈഡും കുറച്ച് ഡിസൈൻസൊക്കെ ഇല്ലേ, ഞാൻ വലിയ ആഡംബരത്തോടെ ഡിസൈനൊന്നും വരയ്ക്കുന്നില്ല കേട്ടോ. അപ്പം ക്യാൻഡീന്ന് കാണിക്കാൻ വേണ്ടി ഒരു ക്യാൻഡീന്ന് എഴുതി, പിന്നെ നമ്മൾ ആ 4-5 ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അതായത് ഒരു നമ്മൾ ക്യാൻഡി ബാഗിനകത്തൊക്കെ അല്ലെങ്കിൽ കവറിനകത്ത് കാണുന്ന ഒരു പ്രത്യേക ലൈൻ കാണുന്ന പോലെ വരച്ചൊക്കെ ഒരു ഷേപ്പൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വരച്ചത് ഓപ്പോസിറ്റ് രണ്ട് സൈഡിൽ വരയ്ക്കാമല്ലോ, സൈഡിൽ വരയ്ക്കല്ലേ കേട്ടോ, ഓപ്പോസിറ്റ് രണ്ട് സൈഡിലും വരയ്ക്കുക, കാരണം അവിടെയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡീന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ട്സും ഒരു ഹാർട്ടോ എന്തെങ്കിലും ഞാൻ പിന്നെ കുഞ്ഞു ഹാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് എടുക്കാം, ബ്ലാക്ക് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇച്ചിരി മധുരം തിന്നണമെന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ കോട്ട് ഇവിടെ ഇടും. ഇനി നമ്മളതിനെ അടച്ച് ഒട്ടിച്ചാൽ മതി. എന്നുവെച്ചാൽ 3 സൈഡ് ഒട്ടിക്കുക. ഈ താഴത്തെ സൈഡില്ലേ, അപ്പോൾ 3 സൈഡ് ഒട്ടിയിരിക്കുകയാണ്. ഇനി മുകളിൽ സൈഡ് തുറന്ന് വെച്ചിരിക്കുന്നത് എന്തിനാ, ഒരു സൈഡ് തുറന്നിട്ടെങ്കിൽ ഉണ്ടാക്കി ക്യാൻഡിയിൽ ഇടണ്ടേ, ക്യാൻഡിയിൽ ഇടാൻ വേണ്ടിയാണ് ഒരു സൈഡ് നമ്മൾ തുറന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ. വേറെ അപ്പം എന്തോടെ എല്ലാ മുട്ടായി ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കളറായിട്ടുള്ളതും കളറില്ലാത്തതും എന്ത് വേണമെങ്കിലും ഇറക്കും. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കവറിട്ട് ഒട്ടിച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ തട്ടിയെടുത്തുകൊണ്ട് പോകണ്ട. ഇനി മുട്ടായി എന്നുകൊണ്ട് വല്ലതും പറക്കി എടുക്കാതെ നോക്കിക്കോണം. ഓക്കെ, ഇഷ്ടംപോലെ ലൈക്കിങ് പോരട്ടെ.